ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി നാളായി ആമിക്കുട്ടി എന്നോട് ചോദിക്കുന്നത്, ഭാഷ ആൻറ്റി എന്നെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടാകാമെന്ന്. അപ്പോൾ ഈനുകൂട്ടനും ആമി ചേച്ചിയായിട്ടുള്ള ഒരു ഡേ ഔട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഫിഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓൾഡ് പോർട്ടിലുള്ള നമ്മുടെ അക്വേറിയത്തിൽ രണ്ടുപേരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന്. കോയിൻസിഡൻസ് ആണെങ്കിലും ഞങ്ങൾ 3 പേരും ഏകദേശം സിമിലർ കോസ്റ്റ്യൂംസ് ആണ് ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സിമിലാരിറ്റി ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പം പിള്ളേർ രണ്ടും കൂടെ ഹാപ്പി ആയിട്ട് ഓടിപ്പോകുന്നത് നമ്മുടെ ഫിഷിനെ കാണാനാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ യു ഗൈസ്. നമ്മൾ അക്വേറിയത്തിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ അവിടെ ഖത്തറിൻ്റെ ഓൾഡ് ലൈഫ് കാണിക്കുന്ന കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ ആദ്യമേ കണ്ടിട്ട് ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ അക്വേറിയം കാണാൻ പറ്റുന്നത്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷ് ഒന്നുമില്ലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഫിഷസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഫിഷസിനെ കണ്ടു കേട്ടോ. ഈ വെറൈറ്റി തീരുമാനിക്കാനൊന്നും ഡിഫറെൻറ്റ് ഫിഷസിൻ്റെ സ്പീഷീസോ പേരോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫിഷുകളും പിന്നെ റേ ഫിഷസ് ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. ആ പേരെനിക്കും മറക്കാതെ അറിയാം. അപ്പോൾ ആമിക്കുട്ടി ഓസോ എക്സൈറ്റഡ്. ഈനക്കുട്ടനും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് രണ്ടുപേരും കൂടെ വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല മിടുക്കിയായിട്ട് അക്വേറിയം എൻജോയ് ചെയ്തു. ആമിക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ആമിക്കുട്ടി കുറേ നാൾ മുന്നേ വന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ ആമിക്കുട്ടി വാസ് സോ എക്സൈറ്റഡ് ടു ബി ദെയർ. പിന്നെ ഇതൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ടാങ്കിനകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ റിഫ്ലക്ഷനാണ് പുറത്തെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റേ ഫിഷ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. ഏകദേശം റേ ഫിഷിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതിനെ റേ ഫിഷ് എന്ന് വിളിക്കാം. പിന്നെ ഇവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അവിടെ ഒന്നും മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഇത് കാണാൻ രസമുള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുസൃതി കുരുന്നുകളുടെ കളിയും ചിരിയൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ ഖത്തറിൻ്റെ ബാക്കിയുള്ള വീഡിയോസും നമ്മുടെ ഡെസേർട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ അവർ മെൻഷൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഈൻകുട്ടിയും ആമിക്കുട്ടിക്കും 2 പേർക്കും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അവിടെ നിന്ന് കിട്ടി. അതെല്ലാം കണ്ട് 2 പേരോടും വർത്തമാനമൊക്കെ പറഞ്ഞു ഞങ്ങളിനി ഓൾഡ് പോർട്ടിൽ മീന പോർട്ട് ഉണ്ടല്ലോ അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തത് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് മീന പോർട്ട്. അത് ഒരു ദിവസം രാവിലെ വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ 2 പേരും അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ 2 പേരെയും കൂടെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുത്തു. ഈനുക്കുട്ടൻ ഒരു ക്യാറ്റ് ഫാൻ ആയതുകൊണ്ട് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ജിഷാൻ്റെയും ആമിക്കുട്ടിയും ഈനുക്കുട്ടനും എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ കളിച്ചു. പിന്നെ ഞാൻ മേളിൽ കയറി. നമ്മുടെ ഈ സൺസെറ്റ് ആകുമ്പോഴത്തേക്കും മീനപ്പോട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് അവിടെ ആ സമയമാകുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അടുത്തായിട്ട് നമുക്കൊരു കഫേ ഉണ്ടായിരുന്നു. കഫേ അല്ല, ഇറ്റ്സ് എ മിക്സ് ഓഫ് ഒരു റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി എക്സിറ്റ് 55 ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചു. ആമിക്കുട്ടി ചൂസ് ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതേസമയത്ത് ഈനുക്കുട്ടന് ഇച്ചിരി സ്വീറ്റ്നെസ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഈനുക്കുട്ടന് ചൂറോസാണ് മേടിച്ചത്. ആമിക്കുട്ടി എനിക്കവിടെ അടി ഉണ്ടാക്കി മറ്റേ നമ്മുടെ കിൻസയുടെ സ്പ്രൈറ്റ് പോലത്തെ ഇത് തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അത് കൊടുത്തില്ല, കാരണം പിള്ളേർക്ക് അത് കൊടുക്കുന്ന അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ ഒരു എയറേറ്റഡ് ഡ്രിങ്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും എല്ലാം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരാന്ന് വിചാരിച്ചു. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടും എന്ത് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ് ഇതെന്നറിയാമോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫോർ എ ലോങ് ടൈം നമുക്ക് ജസ്റ്റ് ആ കടലിലോട്ട് നോക്കി മഞ്ഞേ ഇരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിക്കുട്ടി പറഞ്ഞു, ഭാഷ ആൻറ്റി നമുക്കൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ. പിന്നെ ഞങ്ങളീ പോയത് ഇവിടുന്ന് നേരെ ആമിക്കുട്ടിയുടെയൊക്കെ വീടിനടുത്തുള്ള ബാസ്കിൻ റോബിൻസിൽ പോയി. അവിടെ ഇനി ചെന്നിട്ട് കാണാം.
ബാസ്കിൻ റോബിൻസിൽ നിന്ന് 2 കുരുന്നുകൾക്കും ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അമ്മിക്കുട്ടി എന്നോട് പറഞ്ഞ വിട്ട ഭാഷാൻറ്റി എനിക്ക് മേടിക്കുമ്പം കോൺ ഐസ്ക്രീം മേടിക്കണം. അപ്പോൾ 2 പേർക്കും കോൺ ഐസ്ക്രീം മേടിച്ചു. ഒരാൾക്ക് പാരലൈൻസ് ആൻഡ് ക്രീംസും മറ്റേ ആൾക്ക് ഒറിയോ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2 പേർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഈ അവരുടെ ഫേസിലെ ഹാപ്പിനെസ് കണ്ടോ ഗൈസ്? ഈ അമ്മിക്കുട്ടിയുടെ ഡിംപിൾസ് തെളിഞ്ഞ് വരുന്ന കണ്ടോ? ദാറ്റ് വാസ് സോ ക്യൂട്ട്. അങ്ങനെ 2 പേർക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസം ഞങ്ങളങ്ങ് അവസാനിപ്പിച്ചു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.